ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ് പ്രതി റിജോ ആന്റണിയുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. കവർച്ച നടത്തിയ ബാങ്കിലും പണം നൽകിയ സുഹൃത്തിന്റെ വീട്ടിലും എത്തിച്ചാണ് തെളിവെടുപ്പ് ഇതിനോടകം നടത്തിയത്. അയൽവാസിയായ സ്ത്രീയുടെ മൊഴിയാണ് റിജോ ആന്റണിയെ കുടുക്കാൻ നിർണായകമായത്. കവർച്ച ചെയ്ത പണവും കത്തിയും റിജോ ആന്റണിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കത്തി കാട്ടിയ ഉടൻ തന്നെ മാനേജർ മാറിത്തന്നതാണ് കവർച്ച എളുപ്പമാക്കിയത് എന്നാണ് പ്രതിയുടെ മൊഴി. ചാലക്കുടിയിൽ നിന്ന് സൂരജ് സജി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സൂരജ്, തെളിവെടുപ്പ് വളരെ സുഗമമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനോടകം പോലീസ്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അതിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ ബാങ്കിലും എത്തിച്ച തെളിവെടുപ്പുകൾ പൂർത്തിയായി. ഇനി ഈ പ്രതി സഞ്ചരിച്ച ഈ പാതയിലൂടെയുള്ള തെളിവെടുപ്പുകൾ തുടരുകയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാകും ഈ പ്രതിയെ ചാലക്കുടി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി 1-2 ഇടങ്ങളിൽ കൂടി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാർ, ഈ പ്രധാനമായും ഇന്ന് ആദ്യ തെളിവെടുപ്പ് നടന്നത് ഈ പ്രതിയുടെ വീട്ടിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് 12 ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തു. 15 ലക്ഷം രൂപയാണ് ഈ ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് പ്രതി മോഷ്ടിച്ചു കൊണ്ടുപോയത്. അതിൽ 12 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. 3 ലക്ഷം രൂപ ഇയാൾ കറുകുറ്റിയിലെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഈ പണമായി ഈ കടം വാങ്ങിയ പണമായി 2,90,000 രൂപ ഈ സുഹൃത്തിന് ഈ മോഷണം നടന്നതിന്റെ പിറ്റേ ദിവസം 15-ാം തീയതി ഈ പ്രതി നേരിട്ട് വീട്ടിലെത്തി നൽകിയിരുന്നു. ആ പണവും ഈ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രതിയെ ഈ കാണുന്ന കോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലേക്ക് എത്തിക്കുന്നത്. വലിയ ജനക്കൂട്ടം തന്നെ പ്രതി എത്തുന്നത് അറിഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഇത്ര ജനത്തിരക്കേറിയ ഒരു മേഖലയിൽ നിന്നാണ് 3 മിനിറ്റ് നേരം കൊണ്ട് ഒരു സിനിമാ സ്റ്റൈൽ മോഷണം നടത്തി പ്രതി കടന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ ജനക്കൂട്ടം മുന്നിൽ കണ്ടുകൊണ്ട് പോലീസിന്റെ വലിയ പോലീസ് വിന്യാസമായിരുന്നു, സുരക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. സുരക്ഷയിൽ ഈ ബാങ്കിനകത്തെത്തിയ പ്രതിയെ 3-4 മിനിറ്റ് നേരം ബാങ്കിനകത്ത് ചിലവഴിച്ചു. അതിൽ പ്രധാനമായും പ്രതി ചൂണ്ടിക്കാണിച്ചത് എങ്ങനെയാണ് ഈ മോഷണം ആസൂത്രണം ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിവരിച്ചു. ഈ ബാങ്കിൽ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ മാനേജരോടും ഇവരോടും പെരുമാറിയ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ക്യാഷ് കൗണ്ടറിൽ നിന്ന് പണം എടുത്തത് എങ്ങനെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പ്രതി വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, എന്തായാലും ഇപ്പോൾ ഈ ബാങ്കിലെയും തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇനി 1-2 സ്ഥലങ്ങൾ, അതായത് പ്രതി വസ്ത്രം മാറി ഈ ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൂരജ് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അയാളോട് താങ്കൾക്ക് കുറ്റബോധമുണ്ടോ എന്ന്. പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇതിനിടയിൽ നമുക്ക് കിട്ടിയ ദൃശ്യങ്ങളിൽ പോലീസിനോട് സംസാരിക്കുന്നതിനിടെ ഈ പ്രതി കരയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിന്റെ പശ്ചാത്തലമൊക്കെ കൃത്യമായി ഈ പോലീസിനോട് വിവരിച്ചിട്ടുണ്ടോ? തെളിവെടുപ്പിനിടയിലും ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിലുമൊക്കെ പ്രതി വിജയകുമാർ, തീർച്ചയായും ഇന്നലെ രാത്രിയും നമ്മൾ ഈ റിജോയോട് പ്രതികരണം തേടിയതാണ്. ആ സമയത്ത് ഈ കടം തീർക്കുന്നതിന് വേണ്ടിയാണോ മോഷ്ടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് റിജോ ഇന്നലെ നമ്മളോട് സമ്മതിച്ചതാണ്. അതിനുശേഷം ഇന്ന് സ്റ്റേഷനിൽ രാവിലെ പോലീസ് വിശദമായി റിജോയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ സമയത്താണ് കുറ്റബോധം കൊണ്ട് പ്രതി പൊട്ടിക്കരഞ്ഞതെന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ പ്രതിയെ സംബന്ധിച്ച് ഇത് വേണ്ടിയിരുന്നില്ല എന്ന തരത്തിൽ, അതായത് ഈ കടം വീട്ടുന്നതിന് വേണ്ടിയാണ് താൻ ഇതെല്ലാം ചെയ്തത് എന്ന് കുറ്റം സമ്മതിച്ചുകൊണ്ട് പ്രതി പൊട്ടിക്കരയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്ന കാര്യം. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ പുറത്തുവിട്ടത്. പക്ഷേ ഇവിടെ നിന്ന് ബാങ്കിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്തും പ്രതിക്ക് എന്തോ പറയണം എന്ന് ശരീരഭാഷയിൽ തന്നെ പ്രകടമായിരുന്നു. പക്ഷേ പറയാതെ ഈ വാഹനത്തിനകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു. പക്ഷേ ഈ വിജയകുമാർ, നമുക്ക് തീർത്തും പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇയാൾ സ്വയമേ വരുത്തി വെച്ച ദുരന്തം എന്ന് മാത്രമേ ഇതിനെ പറയാൻ കഴിയുകയുള്ളൂ. നാട്ടുകാരടക്കം പറയുന്നത് അതാണ്. നമ്മൾ ഈ പ്രദേശത്തെത്തുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബം, ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു, ഭർത്താവ് റിജോ 2020 വരെ വിദേശത്ത് ജോലി ചെയ്ത ആളാണ്. നാട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം കാര്യമായ തൊഴിലുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഈ കൃത്യമായി ഭാര്യ നൽകുന്ന പണം അത് ചിലവഴിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ജീവിതം തീർത്തും ദൂർത്തിലേക്ക് മാറിയതാണ് ഈ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. പലിശയ്ക്ക് പോലും പണം വാങ്ങിയിരുന്നു റിജോ എന്നാണ് പറയുന്നത്. ഈ പണം കടം വീട്ടാൻ ഒരു നിവൃത്തിയുമില്ല. അതിനിടയിൽ ഏപ്രിൽ മാസത്തിൽ വീണ്ടും വിദേശത്ത് നിന്ന് ഭാര്യ മടങ്ങിയെത്തുന്നു. ഈ സമയത്ത് ഭാര്യ നൽകിയ പണമടക്കം മടക്കി നൽകാൻ എന്ത് ചെയ്യും എന്ന ആശങ്കയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു സിനിമാ സ്റ്റൈൽ മോഷണത്തിലേക്ക് പ്രതി എത്തിയത്. പക്ഷേ അപ്പോഴും പോലീസിനെ പോലും ഞെട്ടിക്കുന്ന ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഈ കണ്ണിന്റെ ദൃശ്യങ്ങൾ പോലും പോലീസിന് കിട്ടിയാൽ അതൊരു പക്ഷെ തെളിവായി മാറും എന്നുള്ളത് കൊണ്ട് ഈ കണ്ണിന്റെ ദൃശ്യങ്ങൾ പോലും പോലീസിന് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി അത്രയേറെ സൂക്ഷ്മതയോടെ ഈ മോഷണം ആസൂത്രണം ചെയ്തു. പക്ഷേ ഒരു ചെരുപ്പിൽ തൻ്റെ ആ പ്രതി ധരിച്ച ഷൂവിൽ കുരുങ്ങി പിന്നീട് കേരള പോലീസ് ഈ കേസ് തെളിയിക്കുകയായിരുന്നു. എന്തായാലും ഈ കേസിൽ നിർണായകമായ ചില തെളിവുകൾ പോലീസിനെ സംബന്ധിച്ച് ശേഖരിക്കാനുണ്ട്. ഇതിൽ മുഴുവൻ
മുഴുവൻ പണവും പോലീസ് ഏറെക്കുറെ റിക്കവർ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ പ്രതി എത്തിയ സ്ഥലങ്ങൾ, അതായത് ഏത് പാതയിലൂടെയൊക്കെയാണ് രക്ഷപ്പെട്ടതെന്നെല്ലാം സംബന്ധിച്ചുള്ള വിശദമായ തെളിവുകൾ കൂടി സ്വരൂപിക്കുകയാണ് പോലീസ്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ സ്വാഭാവികമായി റിമാൻഡ് ചെയ്യുന്നതായിരിക്കും നടപടി. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിഗണിക്കുന്നുണ്ട്. വിജയകുമാർ. സൂരജ് സജി വിവരങ്ങൾ നൽകിയത് ചാലക്കുടിയിൽ നിന്നാണ്. ബാങ്കിലെത്തിച്ച് തെളിവെടുത്തു, ആ സുഹൃത്തിന് പണം നൽകിയിരുന്നു, ആ സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. നഷ്ടപ്പെട്ട തുക, ഇദ്ദേഹം മോഷ്ടിച്ച തുക ഏറെക്കുറെ വീണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദമായ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ പിന്നീട് പോലീസ് അപേക്ഷ നൽകും എന്നാണ് ഞങ്ങളുടെ തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സൂരജാണ് വിവരങ്ങൾ നൽകിയത്.